കേരളം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് ചുവടുവെക്കുന്നു. സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി അധിക ദിവസങ്ങളില്ല. ഈ മാസം പകുതിയോടുകൂടി തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ പകുതിയോടുകൂടി തന്നെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. മെയ് ആദ്യവാരം തന്നെ ആ വിധി പ്രഖ്യാപനം പുറത്തുവരും. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി ജയിക്കും എന്നതാണ്. എന്തായാലും നിലവിലെ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഒരു വിലയിരുത്തലായിട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണഗതിയിൽ എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ വിജയസാധ്യതയും സാധാരണ ജനങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതികളും അറിയാൻ ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശകലനം നടത്തുകയും അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സർക്കാരിന് എത്രത്തോളം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുണ്ട്, ഒപ്പം തന്നെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, മന്ത്രിമാർ എത്ര പേർ വിജയിക്കാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും ആളുകൾ തോൽക്കാൻ സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് നൽകുക പതിവാണ്. ഇത്തവണയും ഒരു പ്രാഥമികമായിട്ടുള്ള ആദ്യഘട്ടത്തിലെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണുള്ളത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതായത് നിലവിലെ മന്ത്രിസഭയിലെ ഏതാണ്ട് 12 മന്ത്രിമാർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ തോൽവി അവർക്ക് നേരിടേണ്ടി വരും എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന, അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് കണ്ട് അങ്കലാപ്പിലായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ 12 മന്ത്രിമാരുടെ കാര്യം നോക്കുമ്പോൾ അതിൽ ഏതാണ്ട് 8 മന്ത്രിമാരും CPM-ന്റേതാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് CPM-ന്റെ 8 മന്ത്രിമാർക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതാത് മണ്ഡലങ്ങളിൽ തോൽവി നേരിടേണ്ടി വരും എന്നതാണ് ഏറെ ഗൗരവമായിട്ടുള്ള കാര്യം. CPIM-ന്റെ 8 മന്ത്രിമാർക്ക് തോൽവി നേരിടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് അലയടിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി CPIM-ന്റെ തോൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരുടെ ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത് എന്ന് നോക്കാം. വി ശിവൻകുട്ടി, നേമത്തിന്റെ മണ്ണിൽ നിലവിലുള്ള സിറ്റിംഗ് MLA, കഴിഞ്ഞ പോരാട്ടത്തിൽ 3000-ൽ പരം വോട്ടുകളുടെ കരുത്തിൽ വിജയിച്ചു കയറിയ വിപ്ലവ നായകൻ. എന്നാൽ കാലം മാറുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ യുദ്ധത്തിൽ നേമത്തിന്റെ മണ്ണ് ശിവൻകുട്ടിയെ കൈവിടുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന ആ ഞെട്ടിക്കുന്ന സൂചന. മുരളീധരനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ നിർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കില്ല എന്നതും BJP-യുടെ ആ മണ്ഡലത്തിലെ വിജയസാധ്യത കൂട്ടുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി ഇത്തവണ അവിടെ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. KN ബാലഗോപാൽ, രണ്ടാമത്തെ പേര്. തൊട്ടടുത്ത കൊല്ലം ജില്ലയിലെ കരുത്തൻ, സംസ്ഥാനത്തിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ KN ബാലഗോപാൽ. 2006 മുതൽ ചുവപ്പുകോട്ടയായി മാറിയ കൊട്ടാരക്കര ഒരിക്കൽ ബാലകൃഷ്ണപിള്ളയുടെ അപ്രമാദിത്വത്തിന് ഐഷ പോറ്റി അറുതി വരുത്തിയ മണ്ണ്. പക്ഷേ ഇന്ന് ചിത്രം മാറിമറിഞ്ഞിരിക്കുന്നു. ജനപ്രിയയായ അതേ ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ബാലഗോപാലിനു മുന്നിൽ ഐഷ പോറ്റി ഒരു വൻമതിലായി ഉയരുമ്പോൾ കൊട്ടാരക്കരയിലെ ആ ചുവപ്പുകോട്ടയിൽ വിള്ളലുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഐഷ പോറ്റി എന്ന വ്യക്തിക്ക് അവിടെ രാഷ്ട്രീയ പിന്തുണയ്ക്കപ്പുറം വലിയൊരു വ്യക്തിപ്രഭാവമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഐഷ പോറ്റിക്ക് പകരം KN ബാലഗോപാൽ മത്സരരംഗത്തെത്തിയപ്പോൾ പുതുമുഖമായ കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥിയോട് കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ ഐഷ പോറ്റിയുടെ മുൻകാല വിജയങ്ങൾ ഇടതുപക്ഷത്തിന് റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിക്കുന്നവയായിരുന്നു. ഐഷ പോറ്റി കളത്തിൽ ഇറങ്ങുന്നതിലൂടെ KN ബാലഗോപാൽ മണ്ഡലത്തിൽ പരാജയപ്പെടും എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്ന് പടയോട്ടം തുടങ്ങിയ വീണ ജോർജ് 5 വർഷം പിന്നിടുമ്പോൾ ആരോഗ്യമേഖലയുടെ കപ്പിത്താൻ കുടുങ്ങുകയാണ്. വിവാദങ്ങൾ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്നു. ഏറ്റവും പരാജയപ്പെട്ട മന്ത്രി എന്ന ജനകീയ ലേബൽ ഇന്ന് വീണയ്ക്കുമേൽ പതിഞ്ഞുകഴിഞ്ഞു. ആറന്മുളയുടെ മണ്ണിൽ വീണ തകർന്നടിയുമെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. VN വാസവൻ, ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിലെ ജനവിധി തേടുമ്പോൾ വാസവന്റെ വിജയവും കയ്യാല പുറത്താണ്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ശബരിമല വിഷയം ഒരു കനലായി ഇന്നും ജ്വലിക്കുന്നു. ഇത്തവണ ഏറ്റുമാനൂരിൽ കാറ്റ് മാറി വീശുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. P രാജീവ് 2021-ൽ കളമശ്ശേരി പിടിച്ചടക്കിയത് ഒരു അട്ടിമറിയിലൂടെയായിരുന്നു. എന്നാൽ ആ വിജയാഘോഷങ്ങൾ നീളില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഈ മണ്ഡലത്തിൽ വിധി മാറ്റിയെഴുതുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. R ബിന്ദു, ഇരിങ്ങാലക്കുട. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അമരക്കാരി R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയക്കൊടി പാറിച്ച ബിന്ദുവിന് ഇന്ന് പിഴയ്ക്കുകയാണ്.
വിദ്യാഭ്യാസ മേഖലയിലെ പാളിച്ചകളും ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇത്തവണ ബിന്ദുവിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യചിഹ്നമാക്കുന്നു. MP രാജേഷ്, തൃത്താല. VT ബൽറാമിനെ മുട്ടുകുത്തിച്ച് തൃത്താല കീഴടക്കിയ MP രാജേഷ്. എന്നാൽ ആവേശത്തിനു മീതെ ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നു. UDFന്റെ പ്രത്യാക്രമണ തരംഗത്തിൽ തൃത്താല കൈവിട്ടുപോകുമെന്ന തിരിച്ചറിവ് LDFനെ ഭയപ്പെടുത്തുന്നു. തദ്ദേശ കണക്കുകൾ രാജേഷിന് അത്ര സുഖകരമല്ല. PA മുഹമ്മദ് റിയാസ്, ബേപ്പൂർ എന്ന നിയമസഭാ മണ്ഡലം ഒരിക്കലും മാറിമറിയില്ല എന്ന് കോൺഗ്രസുകാർ പോലും ചിന്തിച്ചിരുന്നു. റിയാസ് ഈ മണ്ഡലത്തിലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ്. എങ്കിലും PV അൻവർ എന്ന സർപ്രൈസ് സ്ഥാനാർത്ഥിയിലൂടെ UDF ഈ മണ്ഡലത്തിൽ റിയാസിനെ മലർത്തിയടിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, ശക്തമായ ഭരണവിരുദ്ധ വികാരം. മറ്റൊന്ന്, പിണറായി വിജയന്റെ മരുമകൻ എന്ന ലേബൽ. പിണറായി വിജയന്റെ മരുമകൻ ആയതുകൊണ്ടാണ് റിയാസിന് ഒരുപാട് മുൻഗണന പാർട്ടിയിൽ ലഭിച്ചത് എന്ന ഒരു കാഴ്ചപ്പാടും സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ അൻവർ നേരിയ വോട്ടുകൾക്ക് റിയാസിനെ തോൽപ്പിക്കുമെന്നാണ് സൂചനകൾ. ചിഞ്ചുറാണി, CPI. കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു പതനം. ചടയമംഗലത്ത് ചിഞ്ചുറാണിക്ക് കാലിടറാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. KB ഗണേഷ് കുമാർ. ഈ മന്ത്രിസഭയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ KB ഗണേഷ് കുമാർ എന്നായിരിക്കും ഉത്തരം. ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ മാത്രമേ വിജയിക്കൂ എന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും 2 കാരണങ്ങളാണ് ഇതിന് പിന്നിലായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, ഗണേഷ് കുമാറിനെതിരെ 2ാം ഭാര്യ ഉന്നയിച്ച ഏറ്റവും പുതിയ ആരോപണങ്ങൾ. 2, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സോളാർ കേസ് വിവാദങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ചർച്ചയാകുന്നത് ഗണേഷ് കുമാറിന് തിരിച്ചടിയായേക്കാം എന്ന വിലയിരുത്തൽ. മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കാമെന്ന ലക്ഷ്യത്തോടെ ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിൽ സ്ഥിരതാമസമാക്കിയതും വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. AK ശശീന്ദ്രൻ. സ്വന്തം തട്ടകമായ എലത്തൂരിൽ ശശീന്ദ്രൻ ഒറ്റപ്പെടുന്നു. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും വനം വകുപ്പിലെ വീഴ്ചകളും ശശീന്ദ്രനെ പരാജയത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. V അബ്ദുറഹ്മാൻ. താനൂരിലെ അത്ഭുത വിജയം ആവർത്തിക്കാൻ അബ്ദുറഹ്മാന് കഴിയുമോ? മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ മുന്നേറ്റത്തിനു മുന്നിൽ നിസ്സാര വോട്ടുകളുടെ വിജയം ഇത്തവണ വഴിമാറാൻ പോകുന്നു. താനൂർ കാത്തിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ്. V അബ്ദുറഹ്മാൻ ഇത്തവണ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾക്ക് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മെസ്സി വിവാദം. റിപ്പോർട്ടർ TVയുമായി ചേർന്ന് ലയണൽ മെസ്സി കേരളത്തിൽ വരുമെന്ന തരത്തിൽ വലിയ പ്രചരണം നടത്തുകയും എന്നാൽ ഈ മാർച്ചിലും അത് യാഥാർത്ഥ്യമാകാതിരിക്കുകയും ചെയ്തത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനായി പറഞ്ഞ ഒഴിവുകഴിവുകൾ ജനങ്ങൾ അത്ര എളുപ്പത്തിൽ മറക്കില്ല എന്നതാണ് ഒരു പ്രധാന ഘടകം. ഭരണവിരുദ്ധ തരംഗം. മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം അദ്ദേഹത്തിന് തിരിച്ചടിയായേക്കാം. മുസ്ലിം ലീഗിന്റെ മുന്നേറ്റം. മുസ്ലിം ലീഗ് ഇത്തവണ ഈ മണ്ഡലത്തിൽ മുൻപത്തേക്കാൾ വലിയ രീതിയിൽ ശക്തിയാർജിച്ചിട്ടുണ്ട് എന്നത് UDFന് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇതൊരു കേവലമായ റിപ്പോർട്ട് മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന സൂചന കൂടിയാണ്. പിണറായി സർക്കാരിലെ കരുത്തരായ മന്ത്രിമാർ പരാജയഭീതിയിലാണെന്ന ഈ കണ്ടെത്തൽ LDF ക്യാമ്പുകളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ തരംഗമാണോ അതോ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണോ ഈ തിരിച്ചടിക്ക് കാരണം? ഇതിനകം തന്നെ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിൽ അതീവ ജാഗ്രത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടുകൾ മറികടക്കാൻ LDF പുതിയ തന്ത്രങ്ങൾ മെനയുമോ? അതോ UDF ഈ സാഹചര്യം മുതലെടുത്ത് അധികാരം പിടിച്ചെടുക്കുമോ? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ആർക്കൊപ്പം നിൽക്കുമെന്ന് അറിയാൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കി. നിങ്ങൾ എന്ത് കരുതുന്നു? ഈ റിപ്പോർട്ടിൽ പറയുന്നതുപോലെ മന്ത്രിമാർക്ക് കാലിടറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.